Hello everyone, welcome to Big Learning. Today we will be discussing about bond approximation. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു സ്കാറ്ററിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് സ്കാറ്ററിംഗ് സെക്ഷൻ പൊട്ടൻഷ്യൽ ഫോർ സ്കാറ്ററിംഗ് വളരെ വീക്ക് ആവുകയാണ് എന്ന് വിചാരിക്കാം. ആൻഡ് ഇറ്റ് വിൽ ഡിസ്റ്റോർട്ട് ഓൺലി സ്ലൈറ്റ്ലി ദ ഇൻസിഡന്റ് പ്ലെയിൻ വേവ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോക്സിമേഷൻ ടെക്നിക്കാണ് ബോൺ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റിംഗ് ദ സ്കാറ്റേർഡ് വേവ് ഫംഗ്ഷൻ ബൈ എ പ്ലെയിൻ വേവ്. ദാറ്റ് ആർ ദ two important points. If the scattering potential is very weak, which means it will distort only slightly the incident plane wave. First bone approximation ചെയ്യുന്നത് എന്താണ്? It is approximating the scattered wave function by a plane wave. സോ പ്ലെയിൻ വേവ് ആയിട്ടാണ് നമ്മൾ സ്കാറ്റേർഡ് വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ സ്കാറ്റേർഡ് വേവ് ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്ന് വെച്ചാൽ, ടോട്ടൽ സ്കാറ്റേർഡ് വേവ് ഫംഗ്ഷൻ psi ഓഫ് r is equal to phi incident of r minus mu by 2 pi h cross square integral e raised to I k r minus r prime. Actually ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്, മോഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഡിവൈഡഡ് ബൈ r minus r prime, v of r prime, the potential, psi of r prime corresponding, and dq r1. ഇത് ടോട്ടൽ വോള്യത്തില് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക. ബട്ട് ഈ ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഡസ് നോട്ട് ഗിവ് ദ അൺനോൺ സൊല്യൂഷൻസ് ഐ ഓഫ് ആർ. നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോർ വി നീഡ് ടു റീറൈറ്റ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ ഇന്റഗ്രൽ ഫോം ദാറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ സ്കാറ്ററിംഗ് തിയറി. സ്കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബോണ്ട് സീരീസ് എന്ന് പറയുന്നത്. സോ ഹിയർ ദിസ് ഇക്വേഷൻ ക്യാൻ ബി സോൾവ് ബൈ മീൻസ് ഓഫ് സീരീസ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ നോൺ ആസ് ബോണ്ട് സീരീസ്. ഈ ബോണ്ട് സീരീസിന്റെ 0th ഓർഡർ ആയിട്ടുള്ള സൊല്യൂഷൻ ഫോർ psi എന്ന് പറയുന്നത് 0 ഓർഡർ psi 0 of r is equal to phi incident of r, which means ഈ ഒരു പാർട്ട് r equal to 0 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നില്ല. അതാണ് 0th ഓർഡർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഫസ്റ്റ് ഓർഡർ ആണ് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുക്കുക, psi 1 of r that is equal to phi incident of r minus mu ഡിവൈഡഡ് ബൈ 2 pi h ക്രോസ് സ്ക്വയർ ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. e raised to I k r മൈനസ് r1 ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് r1 എത്രയാണോ നമ്മൾ അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് v of r1 ആ ഒരു പോയിന്റില് psi 0 r1 d cube of r1. ആൻഡ് ഈ psi 0 of r1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഓർഡർ എടുക്കുമ്പോൾ അതിൽ 0th ഓർഡറും, സെക്കൻഡ് ഓർഡർ എടുക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ഓർഡറും, അങ്ങനെ നമ്മുടെ ഈ ഒരു പാർട്ടിൽ അങ്ങനെ കിടക്കും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, psi ഇൻസിഡന്റിനാണ് ഈ ഒരു ഭാഗം മാത്രം ഈക്വൽ ആയിട്ട് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്കിനി സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡിന് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ശരിക്കും സത്യത്തിൽ ഈ വലിയ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോയില് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇപ്പോ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എഫ് ഓഫ് തീറ്റ ഫൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ
2 pi h cross square integral e⁻⁻I k dot r prime v of r prime psi of r prime d cube of r prime. ഇവിടെ k dot r prime ആണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് നമുക്ക് സിംപ്ലി ഇതിനെ എങ്ങനെ എഴുതാം? മൈനസ് മ്യൂ ബൈ 2 pi h ക്രോസ് സ്ക്വയർ. നമ്മളൊരു എന്തെടുക്കുന്ന പോലെ എക്സ്പെക്ടേഷൻ വാല്യൂ എടുക്കുന്ന പോലെ ഇങ്ങനെ എഴുതാം ഡിഫറെന്റ് സ്റ്റേറ്റുകളിലായിട്ട്. ആൻഡ് ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഡി സിഗ്മ ബൈ ഡി ഒമേഗ ആണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ പറയുന്നത്. സോ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ d sigma by d omega, which is equal to f of theta phi all square ആണെന്ന് നമുക്കറിയാം. ആൻഡ് എഫ് ഓഫ് തീറ്റ ഫൈ ആണ് നമ്മൾ ഇത്രയും വലുതായിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. വിച്ച് മീൻസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 pi square h പവർ 4 phi v psi all square. ഇത് ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷന്റെ ഇക്വേഷൻ ആയിട്ട് തന്നെ ഓർക്കുക. ആൻഡ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ. സോ ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ. ഇപ്പൊ സൈ ഓഫ് ആർ നമ്മൾ എഴുതിയായിരുന്നു. ഫസ്റ്റത്തെ കേസിൽ വരുമ്പോ നമ്മളിവിടെ 1 എന്ന് കൊടുക്കുന്നു. ആൻഡ് ഈ മ്യൂവിന്റെ എഫ് ഓഫ് ഐ തീറ്റയില് പകരം നമ്മള് എഫ് ഓഫ് തീറ്റ ഫൈയും കൂടെ രണ്ടും കൂടെ മിങ്കിൾ ചെയ്ത് നമ്മള് ചെറിയൊരു ഫോർമാറ്റിലോട്ട് ഇതിനെ മാറ്റി എഴുതാണ് ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് തീറ്റ ഫൈ is equal to h cross square integral. നമ്മള് ഇപ്പൊ പറഞ്ഞ ഈ ഒരു പോർഷന് പകരം നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. e⁻I q dot r prime v of r prime d cube of r prime, where psi of r1 ഉം k യും മിസ്സിംഗ് ആയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇതിനെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്തും കിട്ടും, ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷനും കിട്ടും. അത് ഞാൻ എഴുതുന്നില്ല ഇപ്പൊ. ഇവിടുന്ന് വി ക്യാൻ റൈറ്റ് ഡി സിഗ്മ ബൈ ഡി ഒമേഗ ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇപ്പൊ നമ്മൾ എഴുതിയ തീറ്റ ഫൈനെ സ്ക്വയർ ആയിട്ട്. ഹിയർ ക്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു k0 മൈനസ് k. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു k0 മൈനസ് k. ആൻഡ് h ക്രോസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മൊമെന്റം ട്രാൻസ്ഫർ. മൊമെന്റം ട്രാൻസ്ഫർ. ആൻഡ് h ക്രോസ് k0 എന്ന് പറയുന്നത് ഇൻസിഡന്റ് മൊമെന്റം ആണ്. h ക്രോസ് k എന്ന് പറയുന്നത് സ്കാറ്റേർഡ് മൊമെന്റം ആണ്. ആൻഡ് ദിസ് k0 ആൻഡ് k എന്ന് പറയുന്നത് ഇൻസിഡന്റിന്റെ വേവ് വെക്ടറും ഇത് സ്കാറ്റേർഡിന്റെ. ദിസ് ഈസ് ഫോർ ഇൻസിഡന്റ് ആൻഡ് ദിസ് ഈസ് ഫോർ സ്കാറ്റേർഡ്. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്, വാല്യൂസ് വരുന്നത്. ഇതിൽ നമ്മൾ ഇനി ഒരു കൺസിഡറേഷൻ കൊടുക്കാൻ പോവാണ്. ഇപ്പോ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണെന്ന് വിചാരിക്കുക, ഇൻ വിച്ച് കൈനറ്റിക് എനർജി ആൻഡ് momentum, linear momentum are conserved. So if we are considering elastic scattering എന്ന് പറയുമ്പോൾ മൊമെന്റം കൺസേർവ്ഡ് ആവണമെങ്കിൽ h ക്രോസ് കെയും h ക്രോസ് k0 സെയിം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ k0 ഈക്വൽ ടു k ആവുക എന്നുള്ളതാണല്ലോ. ആൻഡ് q is nothing but
magnitude of k0 minus k. Magnitude of k0, both are vectors. We can write it like k0 square plus k square minus 2k k0 cos theta. So ഇതാണ് ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് നമ്മൾ വെക്ടറിനെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക. സോ ഇവിടുന്ന് k0യും kയും ഈക്വൽ ആണ് എന്നുള്ള കണ്ടീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ we can take k outside and that will be root of 2 into 1 minus cos square theta. So ഇവിടെ again 1 minus cos square theta നമുക്ക് trigonometric substitution കൊടുത്തു കഴിഞ്ഞാൽ സൈനിന്റെ ടേമിൽ കൊടുത്തു കഴിഞ്ഞാൽ 2k sin theta by 2 where theta is the scattering angle. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ക്യൂവിന്റെ ഇക്വേഷൻ എഴുതാം. അപ്പൊ ക്യൂവിനെ നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ഓർത്തിരിക്കുക. ആൻഡ് ഇഫ് നമ്മുടെ പൊട്ടൻഷ്യൽ V of R prime is spherically symmetric, is spherically symmetric എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ ആൻഡ് ഫൈ. ആറ് സെയിം ആയിട്ട് വരിക നമ്മൾ സ്ഫെറിക്കൽ സെൻട്രൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംഗിൾ ആയിരിക്കും. ഏത് ആംഗിൾ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് സെയിം ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആണ്. ഒരു ഇവിടുന്ന് ഇത്രയും പോയിന്റില് സെയിം ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വരുന്ന രീതിയിലാണ് നമ്മൾ സ്ഫെറിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എഫ് ഓഫ് തീറ്റ കണ്ടുപിടിച്ച് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിപ്പോ എന്ത് എഴുതുന്നത്? ക്യൂവിന്റെ വാല്യൂ എഴുതുന്നത്. അപ്പൊ നമുക്ക് ആ ക്യൂ മാത്രമുള്ള ഇന്റഗ്രേഷൻ എങ്ങനെ എഴുതാന്ന് വെച്ചാ ഇന്റഗ്രൽ e raised to I q dot r cap v of r cap d cube r cap that is equal to രണ്ട് പാർട്ടായിട്ട് ഈ ഇന്റഗ്രേഷനെ നമുക്ക് മൂന്ന് പാർട്ടായിട്ട് എഴുതാം. ബിക്കോസ് ആറ് തീറ്റ ഫൈ വരുന്ന സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം സ്ഫെറിക്കൽ പൊട്ടൻഷ്യൽ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ 0 to ഇൻഫിനിറ്റി വരെയാണ് ആറിന്റെ വാരിയേഷൻ വരിക. അപ്പം ആർ പ്രൈം സ്ക്വയർ വി ഓഫ് ആർ പ്രൈം ഡി ആർ പ്രൈം ആൻഡ് ഇന്റഗ്രൽ 0 to പൈ ക്യൂ ഇ റേസ് ടു ക്യൂ ആർ പ്രൈം കോസ് തീറ്റ പ്രൈം വരും. അത് ഞാൻ ക്യൂ ഡോട്ട് ആറിനെ എക്സ്പാൻഡ് ചെയ്തതാണ്. പിന്നെ വരുന്നത് സൈൻ തീറ്റ പ്രൈം ഡി തീറ്റ പ്രൈം. ഇത് നമുക്ക് ഇവിടെ ആറ് ഒരു എക്സ്ട്രാ ആറ് വരുന്നതും പിന്നെ ഇവിടെ സൈൻ തീറ്റ ഡി തീറ്റ വരുന്നതൊക്കെ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആയതുകൊണ്ടാണ് കേട്ടോ. ഇന്റഗ്രൽ 0 to 2 പൈ ഡി പൈ പ്രൈം ഇങ്ങനെയായിരിക്കും വരിക. ആൻഡ് ഫ്രം ദിസ് നമ്മൾ സൈൻ തീറ്റന്റെയും ഈ ഡിഫൈൻ്റെ ഒക്കെ ഇന്റഗ്രേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എഫ് ഓഫ് തീറ്റ ഫൈല് ഡിപ്പെൻഡൻസ് നമുക്ക് ഇന്റഗ്രേഷൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈല് ഡിപ്പെൻഡൻസ് ഇല്ലാത്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് -2μ ഡിവൈഡഡ് ബൈ ക്യൂ എച്ച് ക്രോസ് സ്ക്വയർ 0 to ഇൻഫിനിറ്റി. ഈ ആറിലുള്ള ഇന്റഗ്രേഷൻ ആണ് നമുക്കിനി പെർഫോം ചെയ്യാനുള്ളത്. ആർ പ്രൈം ഇവിടെ സ്ക്വയർ ഇല്ല കേട്ടോ. ആർ പ്രൈം വി ഓഫ് ആർ പ്രൈം സൈൻ ഓഫ് ക്യൂ ആർ പ്രൈം ഡി ആർ പ്രൈം. ഇതാണ് നമുക്ക് ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യേണ്ടത്. ഇവിടുന്ന് നമുക്ക് എന്തും കിട്ടും? ഡി സിഗ്മ ബൈ ഡി ഒമേഗ. ഡിഫറെന്റ് ഫോമിലാണ് നമ്മള് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡും അത് കഴിഞ്ഞിട്ട് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് ക്രോസ് സെക്ഷനും എഴുതുന്നത്. ബൈ സോൾവിങ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ടു ഫസ്റ്റ് ഓർഡർ ബോൺ അപ്രോക്സിമേഷൻ ആണ് നമ്മളിപ്പം ഇത് എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ അത് ഞാൻ എടുത്ത് എഴുതുന്നില്ല.
this equation is very important. ഈ ഇക്വേഷൻ ഒന്ന് ഓർക്കുക. ഇപ്പൊ പൊട്ടൻഷ്യല് ഇത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ എഴുതിയതാണെങ്കിൽ പോലും അതിലുള്ള നമ്മൾ ഓർക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് where the potential is weak and the scattered wave function is only slightly different from incident plane wave. So the differential cross section is given by this equation. ഈ ഒരു ഡയലോഗ് നിങ്ങൾ ഓർത്തിരിക്കുക. By solving Schrodinger equation, first order Born approximation where the potential is weak. ഇതാണ് ഓർക്കേണ്ടത്. നമ്മൾ പൊട്ടൻഷ്യൽ വീക്ക് ആയിട്ടുള്ളിടത്തിലും scattered wave function is slightly different from incident plane wave, then differential cross section is given by above equation, Okay. Next, there is a validity criterion for Born approximation. It is valid whenever the wave function is only slightly different from incident plane wave and second term is very small compared to the first term. അപ്പൊ നമുക്ക് രണ്ട് ടേംസ് ആണ് ഉള്ളത്. അപ്പൊ അതില് വാലിഡ് ആവുന്നത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ഇൻസിഡന്റ് വേവ്. Slightly different from incident wave and second term small compared to very less compared to first term. രണ്ട് ടേം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആവണമെങ്കിൽ സെക്കൻഡ് ടേം വളരെ എന്തായിരിക്കണം, കുറവായിരിക്കണം. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? കണ്ടീഷൻ മാഗ്നിറ്റ്യൂഡ് വൈസ് ആയിട്ട് കണ്ടീഷൻ എഴുതാം. mu divided by 2π(h)² integral e raised to I k r minus r prime divided by r minus r prime v of r prime e raised to I k0 r prime d cube r prime, which is very less than the first term phi incident of r. And we know that it's a plane wave. So phi incident can be written as e raised to I k0 dot r. It's a plane wave representation. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ E0 K0 R പവർ ഇവിടെയും ഉണ്ട്. ഈ രണ്ട് സൈഡിലും വരുമ്പോൾ ഫ്രം ബോത്ത് സൈഡ് വി ക്യാൻ ക്യാൻസൽ ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ? ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് mu divided by 2π(h)² ഇന്റഗ്രൽ ഞാൻ മുഴുവൻ എഴുതുന്നില്ല. e പവർ സംതിങ്, ആ സംതിങ് ഇവിടെ വരും. v of r prime d cube of r prime which is very less than 1 എന്ന് വരും. It is an important condition. ഇത്രയും പാർട്ട് ലെസ് ദാൻ 1 ആയിരിക്കും. ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിന്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് K0നെ K ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇലാസ്റ്റിക് സോ K0 equal to K. അപ്പൊ നമ്മുടെ ഇന്റഗ്രേഷനെ നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത പോലെ 3 പാർട്ടായിട്ട്, പക്ഷെ ഫൈക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് ഫൈക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന വെച്ചാല് assuming that scattering potential is largest near r equal to 0 എന്നും കൂടെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. Assuming that scattering potential largest at r equal to 0. Okay.
ആൻഡ് ഫൈ ഡിപ്പെൻഡൻസ് വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം? ഇന്റഗ്രൽ മ്യൂ ഡിവൈഡഡ് ബൈ h ക്രോസ് സ്ക്വയർ 0 to infinity r power r dash e raised to I k r dash v of r dash d r dash integral 0 to pi e raised to I k r dash cos theta dash sin theta dash d theta dash which is very very less than 1 എന്ന് വരും. ഇവിടെ നമ്മൾ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്തിട്ട് നമുക്ക് വരുന്ന ഒരു വാല്യൂ ആണ് മ്യൂ ഡിവൈഡഡ് ബൈ കെ എച്ച് ക്രോസ് സ്ക്വയർ. അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ വെളിയിൽ എടുക്കുന്നു. ദെൻ ഇന്റഗ്രൽ 0 to infinity v of r prime e raised to 2 I k r prime minus 1 d r prime which is very very less than 1. This is also an important connection. വാലിഡിറ്റിയിൽ വരുന്ന കണക്ഷൻ ആണ്. ഇപ്പൊ നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ഇൻസിഡന്റ് പാർട്ടിക്കിൾ. കൈനറ്റിക് എനർജി ഓഫ് ഇൻസിഡന്റ് പാർട്ടിക്കിൾ നമുക്ക് എങ്ങനെ എഴുതാം? എനർജി ഈക്വൽ ടു h ക്രോസ് സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മ്യൂ. കാരണം മൊമെന്റം സ്ക്വയർ എനർജി കൈനറ്റിക് എനർജി ഈക്വൽ ടു മൊമെന്റം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആണ്. മൊമെന്റം എന്ന് പറയുന്നത് h ക്രോസ് കെ ആണ്. h ക്രോസ് സ്ക്വയർ ബൈ 2m ആണ്. ഇവിടെ നമ്മൾ റെഡ്യൂസ്ഡ് മാസ് അല്ലെങ്കിൽ മാസ് എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെയാണ് മ്യൂ വരുന്നത് കേട്ടോ. അപ്പം കൈനറ്റിക് എനർജി ഓഫ് ഇൻസിഡന്റ് പാർട്ടിക്കിൾ ഇസ് h ക്രോസ് സ്ക്വയർ കെ സ്ക്വയർ ബൈ 2 മ്യൂ. ഫ്രം ദിസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് വിച്ച് ഇസ് വെരി വെരി ലെസ് ദാൻ 1 ആണ്. അപ്പൊ ബോൺ അപ്രോക്സിമേഷൻ വാലിഡ് ആവുക എന്ന് പറയുന്നത് ഇത്രയും പാർട്ട് ലെസ് ദാൻ 1 ആവുമ്പോഴാണ്. അപ്പൊ ഇറ്റ് ഈസ് വാലിഡ് ഫോർ ലാർജ് ഇൻസിഡന്റ് എനർജീസ്. എനർജി ലാർജ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് എനർജി ഈസ് ലാർജ് കെ വാല്യൂ എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. ഓഫ് കോഴ്സ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എനർജിയും കെയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഈ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെന്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ കെന്റെ വാല്യൂ കൂടുതലാവാന്ന് പറഞ്ഞാൽ ഇവിടെ അത് വരുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പൊ കെന്റെ വാല്യൂ കൂടി കഴിഞ്ഞാലാണ് ഇത് എന്തിലേക്ക് വരുന്നത്? ഈ ഒരു ഇനീക്വാലിറ്റി വാലിഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ബോൺ അപ്രോക്സിമേഷൻ വാലിഡ് ആവുന്നത് ലാർജ് ഇൻസിഡന്റ് എനർജിയിലാണ്. വാലിഡ് ഫോർ ലാർജ് ഇൻസിഡന്റ് എനർജി. ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ പൊട്ടൻഷ്യൽ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യല് ഡയറക്ട്ലി ആണ് വരുന്നത്. അപ്പം വി ഓഫ് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? വളരെ വീക്ക് ആയിരിക്കണം. കാരണം വെരി വെരി ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ വെരി ലെസ് ദാൻ 1 എന്നുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല കേട്ടോ, വെരി വെരി ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1. അപ്പൊ ലെസ് ദാൻ ആവണം എന്നുണ്ടെങ്കിൽ വി ഓഫ് ആർ എന്തായിരിക്കണം? വീക്ക് ആയിരിക്കണം. പക്ഷെ എനർജി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഓക്കെ. സോ അങ്ങനെയാണ് ബോൺ അപ്രോക്സിമേഷൻ വാലിഡ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് എങ്ങനെ പറയാം? when the average interaction energy between the incident particle and scattering potential is much smaller than incident kinetic energy, the scattered wave can be considered to be a plane wave. Okay. And ഇവിടെ നമുക്ക് വരാൻ ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ റെഫറൻസ് ബുക്കിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. Calculate the differential cross section in the bone approximation for the Yukawa potential. അപ്പൊ നമ്മൾ സ്കാറ്ററിങ്ങിനായിട്ട് എടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ യുക്കാവ പൊട്ടൻഷ്യൽ ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ഇൻ ദ ബോൺ അപ്രോക്സിമേഷൻ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ യുക്കാവ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഓഫ് ആർ
that is equal to V0 e raised to minus R by R divided by R. So this is Yukawa potential. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ആണ്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് d sigma by d omega which is equal to 4m square. പൊട്ടൻഷ്യൽ നിന്ന് നമുക്ക് കോൺസ്റ്റന്റ് V0 വെളിയിലോട്ടേക്ക് എടുക്കാം, ഡിവൈഡഡ് ബൈ q സ്ക്വയർ h പവർ 4. ദെൻ ഇന്റഗ്രൽ 0 to infinity, അത് മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് വേണ്ടത്. 0 to infinity e raised to, പൊട്ടൻഷ്യലിന്റെ e raised to r by r ഉണ്ടാവും. പിന്നെ സൈൻ q r d r, ഇത്രയും ആയിരിക്കും നമുക്ക്. ഇത്രയും വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് തീറ്റയുടെ ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഡി സിഗ്മ ബൈ ഡി ഒമേഗ വരുന്നത്. ആൻഡ് ഇനി ഈ ഇന്റഗ്രേഷൻ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യാം? ഇന്റഗ്രൽ 0 to infinity e raised to minus r by r sin qr of dr is equal to, ഈ സൈനിനെ നമ്മൾ എക്സ്പോണൻഷ്യലിന്റെ ടേമിൽ എഴുതിയിട്ട് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ഇത് സോൾവ് ചെയ്യുക. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു 1/2 ആയി നമ്മൾ അഡീഷണലി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുകയും കൂടെ വേണം. സോ ഇൻറ്റു 0 to infinity. ഈ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക നിങ്ങള്, കാരണം നമുക്ക് ആ സമയത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ആൻസർ അങ്ങ് എഴുതി കൊടുത്താൽ മതിയല്ലോ. സോ e raised to minus 1 divided by r minus iq of r മൈനസ് നമുക്ക് ഒരു പാർട്ടും കൂടെ വരുന്നുണ്ട് 1/2i, കാരണം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പാർട്ട് ഉണ്ടാവും. 0 to infinity e raised to minus 1 divided by r plus iq of r into dr. സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയാന്ന് പറയുമ്പോൾ എക്സ്പോണൻഷ്യൽ പവർ ഇത്രയും സാധനം എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഞാൻ കംപ്ലീറ്റ് ചെയ്യാഞ്ഞിട്ടാണ്, q ഡിവൈഡഡ് ബൈ 1/r സ്ക്വയർ പ്ലസ് q സ്ക്വയർ എന്നായിരിക്കും വരിക. അപ്പൊ നമുക്ക് വേണ്ടത് d സിഗ്മ ബൈ d ഒമേഗയാണ്. ഓൾറെഡി 4m സ്ക്വയർ v0 സ്ക്വയർ ബൈ q സ്ക്വയർ h ക്രോസ് പവർ 4 is there. അതുമായിട്ട് പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ത് മാത്രം, ഒരു q ഈ ഭാഗത്ത് ഇതിന്റെ ഒരു സ്ക്വയറും കൂടെ എടുക്കുമ്പോ q സ്ക്വയറും രണ്ട് ഭാഗത്തുനിന്നും കട്ടാവും. 1/r സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഓൾ സ്ക്വയർ. ഇന്റഗ്രേഷൻ കണ്ട് സ്ക്വയർ ചെയ്യണം, അത് മറന്നു പോകരുത്. പിന്നെ രണ്ട് ഭാഗത്തുനിന്നും q സ്ക്വയർ കട്ടാവും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓപ്ഷൻ.